عز وجل قال الله عز وجل إن أولى الناس بي يوم القيامة أكثرهم علي صلاة شفيعنا رسول الله. സലാത്തല്ലോ ഉഷാറിൽ ചൊല്ലി. കുറെ ആളുണ്ടല്ലോ, ഒരു അനക്കവും ഇല്ല തീരെ. ഒരു സലാമിന് ഒരു മടക്കുന്ന കേട്ടിട്ട് ഖബർസ്ഥാനത്തേക്ക് സലാമില്ല വലാനും പാട്ട്. ഞാൻ ഫസ്റ്റ് ഖബർസ്ഥാനിലേക്ക് സലാം ഞാൻ ചെയ്യുന്ന കേൾക്കുന്നവർ കേൾക്കുന്നില്ല എന്നൊന്നുമില്ല. പക്ഷെ ഇന്നോളം മടക്കിയത് കേട്ടിട്ട് കേട്ടണേ ഉസ്താദ് ഇയാൾ വന്നിട്ട് ഞങ്ങളെല്ലാരും ഖബറിലാക്കിയല്ല. നിങ്ങളെ ഖബറിലാക്കിയില്ല, പക്ഷെ കോലങ്ങണായിന് നിങ്ങളെ ഖബറിൽ നല്ല പറഞ്ഞു. മജ്ലിസിന്റെ ഒരു ഉന്മേഷ റാഹത്തെല്ലാം പോണം, നല്ലൊരു ഇളക്കം പോകണം. ഒരു ഇൽമിന്റെ മജ്ലിസാണ്. ആള് കുറഞ്ഞാലൊന്നും നമുക്ക് വലിയ പരാതി ഒന്നുമില്ല. ആളിപ്പിന് കൂടിയെങ്കിലും കൂടിയില്ലെങ്കിലും ഞങ്ങൾ പറയുന്നത് ഖുൽ ഹുവല്ലാഹു സൂറത്ത് തന്നെയാണ്. അതിനിപ്പോ കൂട്ടാനും കുറക്കാനൊന്നും കഴിയുന്നില്ല. ആളെ കൂടിയത് കൊണ്ട് കുറഞ്ഞുകൊണ്ട് ആള് കൂടിയത് കൊണ്ട് ഖുൽ ഹുവല്ലാഹു സൂറത്തിനെ വലുതാക്കാനാണ്? ഇല്ലല്ലേ? ഇല്ല. ആള് കുറഞ്ഞു പറഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു സൂറത്തിനെ ഷോർട്ടാക്കാനാണ്? ഇല്ല, അതൊരിക്കലും കഴിയില്ല. കാരണം അത് പൊറോട്ടന്റെ പുട്ടൊന്നുമല്ല, അത് ഖുർആനാണ്. അതങ്ങനെ ഉണ്ടോ? അപ്പൊ ആള് കുറഞ്ഞതൊന്നും നമുക്ക് പരാതിയില്ല. പക്ഷെ കൂടിയ ആൾക്കാർക്ക് ഒരു ഉന്മേഷം ഇല്ലെങ്കിൽ പിന്നെ പരാതി പറയാതെ നിർവാഹില്ല. നിങ്ങൾക്ക് ബേജാറാവും. നിങ്ങൾക്ക് ബേജാറായെങ്കിൽ എന്നൊരു 10 കൊല്ലത്തേക്ക് വിളിക്കണ്ട. അത്ര 10 കൊല്ലം പിന്നെ 11 നമ്മളെ ഷമീർ ഭായ്, നമ്മുടെ ജമാഅത്തിന്റെ പ്രഗത്ഭനായ സെക്രട്ടറി, എന്നൊരു 10 കൊല്ലത്തേക്ക് വിളിക്കുകയും വേണ്ട. ബേജാറായെങ്കിൽ അത്രേ ഉള്ളൂ. അത് നല്ല ഉഷാറില പോകണം. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ആൻസർ പറയുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ നിങ്ങൾ എന്റെ കൂടെ വേണം. നിങ്ങൾ ഏതോ ലോകത്ത് ഞാൻ ഏതോ ലോകത്തായെങ്കിൽ സംഗതി നടക്കുകയല്ല. ഇത് എന്റെ ബായിൽ നിന്ന് നിങ്ങളെ കാതിലയിലൂടെ പോയി കാതിലൂടെ കേട്ട് നിങ്ങളെ കൽബിലേക്ക് ഇറങ്ങണം. ഇത് ഇൽമ, ഇത് ദീനാണ്, ഇത് ദിക്റ, ഇത് നമുക്ക് ഉപകാരപ്പെടാം. എല്ലാം കൊണ്ട് നമുക്കിത് ഉപകാരപ്പെടാം. അപ്പൊ നിങ്ങൾ നല്ലൊരു ഉന്മേഷത്തിൽ വേണം ഇത് ആമുഖമായി പറയുക. നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഉസ്താദ് സദർ മുഅല്ലിം മുഹമ്മദ് ഹനീഫ് ലത്തീഫി നമ്മുടെ ഈ മഹത്തായ പരിപാടി ആധികാരികമായി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഇത്രയും നേരം നമുക്ക് പ്രൗഢമായി ആത്മീയ ഉപദേശം നൽകിയ നമ്മുടെ കേന്ദ്ര ജമാഅത്തിന്റെ പ്രഗത്ഭനായ ഖത്തീബ്, പ്രമുഖ പണ്ഡിതരും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് അലി ഫൈസി ഇർഫാനി, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ജമാഅത്തിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റും കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട മുഹമ്മദ് അബ്ദുൽ ബഷീർ സാഹിബ്, നമ്മ ഭക്ഷണം കഴിച്ച വീട്ടുകാരൻ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മഹത്തായ വേദിയിലെ ധന്യ സാന്നിധ്യങ്ങളാകുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ, അതുപോലെ തന്നെ വി മുഹമ്മദ് പണ്ഡിറ്റ്, നമ്മുടെ ജമാഅത്തിന്റെ പ്രഗത്ഭനായ പ്രധാന കാര്യദർശി, എന്റെ ആത്മീയരും കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട വി എച്ച് സമീർ സാഹിബ് പളിക്ക്, നമ്മുടെ ഈ മഹല്ലത്തിന്റെ MIM-ന്റെ ഗൗരവാധ്യക്ഷർ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ, നമ്മുടെ MIM ജമാഅത്തിന്റെ പ്രഗത്ഭനായ കാര്യദർശി പ്രിയപ്പെട്ട മുനീർ ഷാഫി, അതുപോലെ തന്നെ ഖദീജത്തുൽ കുബ്ര മസ്ജിദ് ബുബക്കേരിയുടെയും മുനീറുൽ ഇസ്ലാം മദ്രസ ബുബക്കേരിയുടെയും നല്ലവരായ നേതാക്കളെ, മാനേജ്മെന്റ് ഭാരവാഹികളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, നമ്മുടെ ഈ മഹത്തായ പരിപാടി നല്ലപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ, കരുണക്കടലായ റബ്ബ് നമ്മളിൽ നിന്നിട്ട് ഈ സംഗമം കബൂൽ ചെയ്യട്ടെ. സ്വാലിഹായ അമാലികളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പരിപാടി നാം ഉദ്ദേശിച്ചതിനേക്കാളേറെ വിജയത്തിലും സന്തോഷത്തിലും ഉപകാരപ്പെടുന്ന നിലക്കുമാക്കി തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ള പള്ളി, മദ്രസകൾ, ദീനി സ്ഥാപനങ്ങൾ, ഇതുപോലെയുള്ള നൽകാര്യങ്ങൾ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. സഹായിച്ചവരെ, സഹകരിച്ചവരെ, നേതൃത്വം കൊടുത്തവരെ, കൊടുത്തുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഖൈറിലും സന്തോഷത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ. ഇത്തരം കാര്യങ്ങൾക്ക്, ദീനിയായ കാര്യങ്ങൾക്ക്, ദീനിയായ സംരംഭങ്ങൾക്ക്, ഇൽമിയായ ഖിദ്മത്തിന് പടച്ചതമ്പുരാൻ മരണം വരെ നമുക്ക് തൗഫീഖും ഏറിയ ആയുസ്സും അവസരവും ആരോഗ്യവും എല്ലാം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
ബഹുമാനികളെ, ഏറെ ആദരണീയനായ പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്താദ് ഗഫൂർ ഹനീഫി അവിടെ സദസ്സിലുണ്ട്. വേദിയിൽ വന്ന ഒരു കസേര കാലിയുണ്ട്. വേദിയിൽ ഇരിക്കേണ്ട ആളാണ്. പിന്നെ അവരവരുടെ റാഹത്ത് പോലെ, അവരുടെ മനസ്സിന്റെ സമാധാനം പോലെ ചെയ്യട്ടെ. ഏതായാലും എല്ലാം കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. എൻ്റെ ഏറ്റവും പ്രഗത്ഭനായ പുരാണ സുഹൃത്താണ്, നല്ല പഴയകാല സുഹൃത്താണ്, എൻ്റെ ഏറ്റവും വലിയൊരു ഗുണകാംക്ഷിയാണ്. അള്ളാഹു അവർക്കും നമുക്കൊക്കെയും ഖൈറും ബർക്കത്തും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ആമുഖം നീട്ടുന്നില്ല. ഏതായാലും ഞാൻ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. പറഞ്ഞ കൃത്യം 9 മണിക്ക് ഈ പരിപാടി തുടങ്ങിയത് എൻ്റെ ചരിത്രത്തിൽ ഇത് ഫസ്റ്റ്. എന്നോട് എൻ്റെ സംഘാടകർ എന്നെ വിളിച്ച മെയിൻ ആൾക്കാർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കൃത്യം 9 മണിയാകുമ്പോൾ ഉസ്താദിന്റെ പരിപാടി തുടങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഒരു 8-8:15 എത്തിയിട്ട് ബെയിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെ ആ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു സെറ്റപ്പും കാര്യം ഞാൻ അഭിനന്ദിക്കുകയും മാത്രമല്ല, ഞാൻ വരുന്നതിന് മുമ്പേ സ്വാഗതവും ഉദ്ഘാടനമൊക്കെ അതൊക്കെ വളരെ റാഹത്താണ്, നല്ല സന്തോഷം. ഏതായാലും അൽഹംദുലില്ലാഹ് നല്ലൊരു സദസ്സ്, ഒരു ആത്മീയ സദസ്സ്, പടച്ച റബ്ബിന്റെ കാരുണ്യം എമ്പാടും ഇറങ്ങുന്ന സദസ്സ്, അവന്റെ തിരുനോട്ടമുള്ള സദസ്സ്, അവന്റെ ദീന് ചർച്ച ചെയ്യുന്ന സദസ്സ്, എല്ലാം കൊണ്ടും അല്ലാഹുവിന്റെ അടുക്കൽ ഏറിയ പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള നല്ലൊരു മജ്ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ മജ്ലിസിന്റെ ഘനവും മണവും ഗുണവും എല്ലാം എന്നെക്കാളേറെ നിങ്ങൾ എതിറിൽ ഒരു മിനിറ്റ് ആ എതിറിൽ ഒരു ലൈന് കസേര കാലിയുണ്ട്, അതിനൊന്നും എടുത്തിട്ട് ആ ബാക്കിലൊക്കെ തന്നെ ഇടി. കാരണം തൽക്കാലം ആരും എതിറിൽ വന്നിട്ട് ഇപ്പം എന്തോ ആരും ഇരിക്കാല്ല. കാരണം ഇത് ഫുട്ബോൾ ഗാലറി അല്ല, ഇത് വയലിന്റെ സദസ്സാണ്. അപ്പൊ പിന്നെ എതിർക്ക് അങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആക്കുകയും വേണ്ട. വന്നോറന്നെ ബാക്കിലിരിക്കുന്നത്. പിന്നെ ഇടതല്ല, എല്ലായിടത്തും അങ്ങനെ. ഇങ്ങനെ എന്റെ മുഖം നോക്കണ്ട, നിങ്ങൾക്ക് ബേജാറാവും, അതിൽ എനിക്ക് ബേജാറും ഇല്ല. അതാ പിന്നെ എതിർക്കൊണ്ടിരുന്നു നീ വണ്ണ ഇടണത്രേ അട ഒരാളിരിക്കാല. എതിറിൽ വന്നിട്ടിരിക്കണമെങ്കിൽ ഇത് ഡേ നൈറ്റ് മാച്ച് തന്നെയാണ്. വയലിന്റെ സദസ്സില്, പള്ളിന്റെ ജമാഅത്തില്, ഹദ്ദാദ് റാത്തിബിന്, മജ്ലിസുന്നൂറിന്, അതുപോലെ തന്നെ സലാത്തിന്റെ മജ്ലിസിന്, അതിലെല്ലാം പോയിട്ട് എതിറിൽ ആരും കുത്തിരിക്കുക. നിങ്ങൾ ബിൽക്കുൾ അങ്ങനെ വിചാരിക്കുക വേണ്ട, ജന്മത്തിലുണ്ടാവും. പിന്നെ ഇരിക്കും ഇപ്പൊ വയലെല്ലാം കഴിഞ്ഞിട്ട് പയ്യ ഷീറിന് കൊടുക്കുമ്പോ എതിറിൽ സാധാരണ ജാഗതിക മട്ടದಲ್ಲಿ ಅಂತಹ ವಾತಾವರಣ. ഇവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, ചുറ്റുഭാഗത്തൊക്കെ അങ്ങനെയാ. ഇരിക്കും നിങ്ങൾ കസാല തന്നെ ഇട്ടോണ്ടിരിക്കണ്ട. സാധാരണ ചില നാട്ടിലെല്ലാം വയലിൽ സംഘാടകർ കേൾക്കലില്ല, പരിപാടി തീരോടത്തോളം 8 ദിവസം വയൽ നോക്കും. 8 ദിവസം വയലിന് നേതൃത്വം കൊടുത്ത സെക്രട്ടറി മെമ്പർമാർ വയൽ ഒറ്റ ഒന്നും കേട്ടിട്ടില്ല. കാരണം ഓരോ ബുക്കിൽ എഴുതുന്നതിലും പപ്പക്കായി കൊണ്ടിട്ട് ടേബിളിൽ വെക്കുന്നതിലും ഇതന്നെ ആയിപ്പോയി. കസാല ഇടുന്നതിലും അവരും കേൾക്കണോ? കേൾക്കണ്ട, അവരും വയല് കേൾക്കണം, സംഘാടകരും വയല് കേൾക്കണം. അപ്പൊ അവരൊന്നും മാറി നിൽക്കാൻ പാടില്ല, അവർ മുന്നേ കേൾക്കണം. എന്റെ അഭിപ്രായം പള്ളി എന്ത്, പള്ളിയുടെ പരിസരം എങ്ങനെ, പള്ളി ആര് നേതൃത്വം കൊടുക്കണമെന്നത് ആദ്യം കേൾക്കേണ്ടത് തന്നെ പിന്നെ നാട്ടുകാർ. ബാപ്പാക്കുള്ള ജവാബ്ദാരി എന്താണെന്ന് ആദ്യം കേൾക്കേണ്ടിയ മോനാ ബാപ്പ. ആര് നിങ്ങൾക്ക് ഭാഷ തിരിയുന്നില്ലേ? അല്ല നിങ്ങൾക്ക് മുണ്ടുന്നില്ല? ഞാൻ ആദ്യം പറഞ്ഞു എന്റെ കൂടെ വേണം ഇൻഷാ അല്ലാഹ് ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ ഇൻഷാ അല്ലാഹ്. മഹാനായ തങ്ങളെ പറകൾ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ മഹത്തായ പരിപാടി ഒരുപാട് ആയിരക്കണക്കിന് മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ആത്മീയരായ നേതാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ പരമ്പര അഹ്ലു ബൈത്ത് കുടുംബത്തിലെ മഹാനരായ കണ്ണി. എത്രയോ നൂറുകണക്കിന് കശ്ഫ് കറാമത്ത് കൊണ്ട് വിശ്രുതരായ മഹാനായ വലിയുള്ളാഹി ഫഖറുദ്ദീൻ തങ്ങളവരുടെ പ്രിയപ്പെട്ട മകൻ മഹാനരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളവർ ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയുടെ സമാപനമാകുമ്പോ ഇവിടെ ദുആരക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കാൻ ഈ സദസ്സിൽ വരും. അതുവരേക്കും മാത്രം കുറച്ചു നേരം അല്ലാഹു നല്ലത് പറയാനും പറയിപ്പിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സലാത്തിന്റെ മജ്‌ലിസാണ് ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ നാമധേയത്തിലുള്ള പരിശുദ്ധമായ പള്ളിയുടെ പരിസരത്ത് നമ്മുടെ പള്ളി കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും ഒക്കെ സംയുക്തമായി സംഘടിപ്പിച്ച മഹത്തായ സലാത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള അതിമഹത്തായ ഒരു വയലിന്റെ സദസ്സ്. ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികളെ,
ഇവിടെ വന്നിരിക്കാൻ ഒരു ചാൻസ് കിട്ടുക, അതല്ലെങ്കിൽ ഇവിടെ ഉള്ള ദുആ കാമീൻ പറയാൻ ഒരു അവസരം ഉണ്ടാവുക, ഇവിടെ സദഖ കൊടുത്തിട്ട് ദ്വാരപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുക എന്നത് ഏറ്റവും വലിയൊരു കാര്യം. അത് അല്ലാഹു തആല എല്ലാവർക്കും ചെയ്യുന്ന ഒരു ഭാഗ്യമല്ല, എല്ലാവർക്കും കിട്ടുന്ന ഒരു തൗഫീഖല്ല. നന്മ ചെയ്യാൻ അള്ളാന്റെ തൗഫീഖ് വേറെന്നവാണ്. എല്ലാവർക്കും ഹജ്ജിന് പോകാൻ മനസ്സുണ്ടാവും, എല്ലാവർക്കും നിസ്കരിക്കാനും മനസ്സുണ്ടാവും. പക്ഷെ എല്ലാവർക്കും നിസ്കരിക്കാനാകുന്നില്ല. എന്തേ? അതിന് തൗഫീഖ് വേറെന്നവാണ്. ഒരാൾക്ക് മനസ്സുള്ളത് കൊണ്ട്, ഒരാൾക്ക് ആശ ഉള്ളത് കൊണ്ട്, ഒരാൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട്, ഒരാൾക്ക് ടൈം ഉള്ളത് കൊണ്ട് നിസ്കരിക്കാൻ കഴിഞ്ഞോളൊന്നില്ല. അയാൾക്ക് ആദ്യം വേണ്ടത് ടൈമല്ല, അയാൾക്ക് ആദ്യം ഉണ്ടാകേണ്ടത് പിന്നെ സമയമല്ല, അയാൾക്ക് ആദ്യം വേണ്ടത് ആശയല്ല, അയാൾക്ക് ആദ്യം നിസ്കരിക്കാൻ വേണ്ടത് മനസ്സല്ല, ആദ്യം വേണ്ടത് മേലായ റബ്ബിന്റെ തൗഫീഖ്. അവന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അവസരം ഉണ്ടാവും. തൗഫീഖ് ആര് തരണം? ആ ഒരു ഭാഗ്യം, ആ ഒരു വേണ്ടുക ആര് നൽകണം? അല്ലാഹു തന്നെ നൽകണം. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. തൗഫീഖ് നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. എപ്പോഴും അല്ലാഹുവിനോട് നന്മകൾക്ക്, സുഹൃതങ്ങൾക്ക്, സൽക്കാര്യങ്ങൾ ചെയ്യാൻ, നൽകാര്യങ്ങൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നല്ലവനായി ജീവിക്കാൻ ഞങ്ങൾ അല്ലാഹുവിനോട് ഏറിയ തൗഫീഖ് എപ്പോഴും ചോദിക്കണം. തൗഫീഖ് നൽകാൻ അല്ലാഹുവിനോട് പറയണം. തൗഫീഖ് വലിയൊരു കാര്യമാണ്. ആ തൗഫീഖ് നൽകപ്പെടാത്ത പലരും ഭാഗ്യം കെട്ടവരാ. നോക്കൂ നിങ്ങള്, പൊതുവെ ഞങ്ങളുടെ നാട് ചെറിയൊരു പ്രദേശമാണ്, കുറച്ച് വീട്ടുകാരെയുള്ളൂ. എന്നാലും ഉള്ള വീട്ടിൽ നിന്നിട്ട് തന്നെ എല്ലാ ബാല്യക്കാരും വയൽ കേൾക്കാൻ വന്നിട്ടില്ല, എല്ലാ പുരക്കാരും വയൽ കേൾക്കാൻ വന്നിട്ടില്ല. അത് സാധാരണയാണ്. അതിന്റെ പേരാണ് ഭാഗ്യക്കേട് എന്ന്. ഉസ്താദെ, ബാല്യക്കാർക്ക് ഒരു വയല് പറയണം, കേൾക്കുന്നരി വയസ്സം. ഉസ്താദെ, പള്ളിക്ക് വരാത്തവർക്ക് ഒരു വയല് പറയണം, കേൾക്കുന്നരി എപ്പോഴും പള്ളിക്ക് വരുന്ന. വെള്ളിയാസനെ കാണുന്നില്ല, വെള്ളിയാസനെ എപ്പോഴും കത്തി പുസ്തക വയല് പറയുന്നില്ല. നിസ്കരിക്കാത്തവനെല്ലാം ഓതിയിട്ട് നല്ല വയല് പറയുന്നു. പക്ഷെ ഇന്നോളാ നിസ്കരിക്കാൻ വരാത്ത ഈ ടൈം വരെ കേട്ടിട്ടേ ഇല്ല വയല്. കേട്ടതാരി അരി 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 കുറച്ച് ആര് കേട്ട? നിസ്കരിക്കുന്ന ആൾ തന്നെ കേട്ട്, കൃത്യമായി വരുന്ന ആൾ തന്നെ കേട്ട്. അതായത് അയാള് പിന്നെയും 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 കേട്ട് 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 കേട്ടിട്ട് ഊരിക്കാച്ചിയ പൊന്നു പോലെ നല്ലായി. മറ്റമാടെ ഊണ് പിടിച്ചിട്ട് പോയോ, നേരാന്ന് മട്ടില്ല. ഇല്ല, നേരാവാൻ അങ്ങനെ കഴിയില്ല. അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് വേണം. അതേ നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർ സുബ്ഹാനല്ലാഹ്, ഏത് നാട്ടിൽ ചെന്നാലും ചില എല്ലാ കോപ്രായങ്ങൾക്കും നേതൃത്വം നമ്മുടെ യുവസമുദായമാണ്. നമ്മുടെ എനിക്ക് സൗണ്ട് ഇല്ല, ഇതെല്ലാം കണ്ടീഷൻ ഉണ്ട്. നല്ല ഓപ്പറേറ്ററും അല്ലാഹു ഖൈർ നൽകട്ടെ. എനിക്ക് സൗണ്ട് ഇല്ല, അപ്പൊ പിന്നെ അതിൽ വരണമെങ്കിൽ ഞാൻ സൗണ്ട് എടുക്കണ്ട. അല്ലാഹു മരണം വരെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും പൂർണ്ണ ആരോഗ്യം നിലനിർത്തി തരട്ടെ. എപ്പോഴും അല്ലാഹുവിനോട് ദ്വാരക്കേണ്ട ഒരു വിഷയം. ആരോഗ്യം എന്നത് വലിയ ഭാഗ്യമാണ്. പക്ഷെ ആരോഗ്യത്തിന്റെ വില നമുക്കറിയില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സമയം തെറ്റിയിട്ട് ഉറങ്ങുന്നത്. ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് എത്ര കണ്ട് ഉറക്കം ആവശ്യമാണ് എന്നത് നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സമയം തെറ്റിയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. കാരണം സമയാസമയത്തുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് എത്ര കണ്ട് ആവശ്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് ക്രമം തെറ്റിയാൽ, സമയം തെറ്റിയാൽ എന്തൊക്കെ എഫക്ട് ഉണ്ടാകുമെന്ന് നമ്മൾ അറിയില്ല. നമുക്ക് കിട്ടും വല്ലതും തിന്നു തന്നെ പോ ഇല്ലേ. ആൾക്കാര് മൃഗങ്ങളെ മാതിരി അതിന് സമയം ഇല്ലല്ലോ. അതിനിപ്പോ സുബൈക്ക് പ്രാതല്, ഉച്ചക്ക് ലഞ്ച്, രാത്രി ഇങ്ങ നോക്കി അത് കാറ് സാധാരണ പോകാൻ തന്നെ. നിങ്ങൾ എന്നെ നോക്കിയെങ്കിലേ അപ്പൊ അന്നെല്ലാം നോക്കിക്കൊണ്ടിരുന്ന സംഗതി അടക്കാൻ നിങ്ങൾ സ്വർഗത്തിന്റെ മജ്ലിസിലാ. ഇവിടെ നല്ലൊരു ആദബും ഒരു അച്ചടക്കവും ഒരു റാഹത്തും എല്ലാം പോണം. ഞാൻ എന്താ പറഞ്ഞേ? കാറുന്ന അതന്നെ കാറാണ് ഇപ്പൊ നമ്മളെ വിടക്കാക്കിയത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടാകുമ്പോഴാണ് ഈ വിഷയം മാറിയത്. ഞാൻ പറഞ്ഞത് അതാ എനിക്ക് തന്നെ മിസ്റ്റേക്കായി. നിങ്ങൾ അങ്ങിങ്ങ് നോക്കുമ്പോ നമുക്ക് മിസ്റ്റേക്കാന്ന് അതാ പറഞ്ഞു. നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എന്നെ നോക്കി. കാറല്ല വില ഇന്നോവ കാറ് പോലെ ഞാനുണ്ട് ഇവിടെ. നിങ്ങൾ ഇത്ര കൊള്ള കാർ നോക്കുന്നതിന് നിങ്ങൾ എന്നെ നോക്കി. എന്ത് ഞാൻ പറഞ്ഞത്? അതെ, നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് എത്ര കണ്ട് ഉറക്കാവശ്യമാണ്. സമയത്ത് കൃത്യമായിട്ട് പറയപ്പെട്ട ഫുഡ് എത്ര കണ്ട ആവശ്യമാ. ഒരു മനുഷ്യന്റെ ഉറക്കെത്ര കണ്ട ആവശ്യമാ.
നോക്കൂ നിങ്ങൾ, പകലെത്ര ഉറങ്ങിയാലും രാത്രി കിട്ടേണ്ട ഉറക്കിന് ഒരു വേള ഭംഗം വന്നു പോയാൽ, ആ ഉറക്ക് നഷ്ടപ്പെട്ടു പോയാൽ പകലവന്റെ ക്ഷീണം എത്ര ഉറങ്ങി തീർത്താലും മാറലില്ല. കാരണം രാത്രിയുടെ ഉറക്ക് തന്നെയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഘടനക്ക്, ശരീരത്തിന്റെ ആരോഗ്യത്തിന്, ശരീരത്തിന്റെ റാഹത്തിന്, ശരീരത്തിന്റെ നിലനിൽപ്പിന്, സെറ്റപ്പിന് എല്ലാം കൊണ്ട് പടച്ച റബ്ബ് സംവിധാനിച്ചത് രാത്രിയിലെ ഉറക്ക്. രാത്രിയെ നിങ്ങൾക്ക് ഞാൻ ഉറങ്ങാനുള്ള സൗകര്യമാക്കി തന്നു. അതാ പറഞ്ഞതിന്റെ അർത്ഥം. ലഫ്ളർത്ഥം വേറുണ്ട്, ഉദ്ദേശാർത്ഥം അതാണ്. നോക്കൂ നിങ്ങൾ, നമ്മളെ ചെറുപ്പക്കാർ രാത്രി ഉറങ്ങലുണ്ടാ? ഇന്നത്തെ ആധുനിക ചെക്കന്മാർ രാവിലെ 4 മണി വരെ നോക്കിയാലും അവരേതാ ബജാറില് കാണാ, ഫാസ്റ്റ് ഫുഡ് കടയില് കാണാ, ക്ലബിന്റെ അകത്ത് കാണാ, ബസ് സ്റ്റാൻഡുകളിൽ കാണാ, അവിടെയും ഇവിടെയും ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത്, ഉലാത്തുന്നത് കാണാ. നഹാറൂക ബത്താലുൻ വല്ലൈലൂക നായിമു വഹൈശൂക യാ മിസ്കീനു ഐശുൽ ബഹായിമി. ചില മനുഷ്യന്മാരെ പറ്റി പറഞ്ഞത് അങ്ങനെയല്ല. രാത്രി ഫുള്ളായിട്ട് ഉറക്കാണ്, പകല് മുഴുവനും അങ്ങനെ നാൽക്കാലം മൃഗങ്ങളെ പോലെ ചുറ്റലാണ്. എന്നാലോ അവന്റെ ജീവിതം അല്ല പൊരുത്തപ്പെടാത്ത ജീവിതമാണ്. ചില മനുഷ്യന്മാരാണെങ്കിൽ രാത്രി ഉറങ്ങലില്ല, പകലാണെങ്കിൽ ഒരു പണിയുമില്ല. അവർ അങ്ങനെ തിന്നുന്നു, കളിക്കുന്നു, ഉലാത്തുന്നു. സമയമാണെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ നേരവും ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹു തആലാന്റെ ശാപമേറ്റ അഹ്ലികാരെ പറ്റി, അല്ലാഹു തആല സ്വർഗം കൊടുക്കാത്ത ജനങ്ങളെ പറ്റി, നരകത്തിലേക്ക് പോകുന്ന വിഭാഗത്തെ പറ്റി പടച്ച റബ്ബ് ഞങ്ങളോട് ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരാണെങ്കിൽ ലഅബും ലഹുവുമുള്ളവരാണ്. കളിയും ചിരിയും തമാശകൾ എപ്പോ നോക്കിയാലും മൈതാനിയില്, ഏത് സമയത്തും ടൂർണമെന്റ്. അതിന് ഓഫറാരി 5 നേരം നിസ്കരിച്ചിട്ട് 3 ഹജ്ജിന് പോയിട്ട് 19ാമത്തെ ഉംറക്ക് പോയിട്ട് വന്ന ആളാണ് പ്രഥമ ബഹുമാന വിതരണ. ചിരിക്കുന്ന ഇപ്പൊ അയാൾ നിപ്പിക്കും. ഞാൻ ചിരിക്കേണ്ടതല്ല, വിതരണാക്കുന്നതിനാണ് നിപ്പിക്കേണ്ടത്. മുഞ്ഞാന്നൊരു ലിസ്റ്റ് കണ്ട് ഞാൻ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും വന്നിന്. ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല, കാരണം എത്ര കണ്ടത് വാസ്തവമാണ് എന്ന് നമുക്കറിയില്ല. അവസാനം അതിന്റെ സനത് അന്വേഷിച്ചു നോക്കുമ്പോ സനത് ക്ലിയറാ. സനത് ക്ലിയറാ. സനതില്ലാതെ പിന്നെ നമുക്ക് അങ്ങനെ പത്രങ്ങളിൽ പറയാൻ പറ്റില്ല. ഒരു അവലംബം ഇല്ലാണ്ട് നമുക്കൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. നാളെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇത് മൂസാ നബി പണ്ട് ഇട്ട വടിയാണ്, പണ്ട് ഇട്ടപ്പോ പാമ്പായ വടി. ഒരാൾ വന്നിട്ട് സ്റ്റേജ് കെട്ടി പറഞ്ഞെങ്കിൽ ഞമ്മ പോയിട്ട് ആ വടി നമുത്തോളൊന്നും ഇല്ലല്ലേ. അത് എപ്പത്തെ വടി, അത് നിന്റെ കൈക്ക് അങ്ങനെ വന്ന്, അത് ആര് തന്നെ, അയാൾക്ക് എവിടെ കിട്ടിയേ, അത് കേൾക്കേണ്ടത് തന്നെ. അല്ലാണ്ട് പിന്നെ ഉള്ളോ ഗുഡലുള്ള ഈട്ടിന്റെ കോളെല്ലാം കൊണ്ടിട്ട് ഒരാൾ മൂസാ നബിന്റെ വടി ചെല്ലുമ്പോൾ ഞങ്ങൾ മുത്തണം അല്ല വിഷയം. അപ്പൊ ഇതേപോലെ വാട്സപ്പിൽ ഒരു ലിസ്റ്റ് എന്തറിയാ, വലിയ ടൂർണമെന്റ് 5 ദിവസം 3 ദിവസം എന്തോ വലിയ ടൂർണമെന്റ് പേര് കണ്ടെങ്കിൽ ഓരോരുത്തർ ഓഫർ എന്താ പറഞ്ഞാ 25 കിലോ അരി വില കുത്തുബിയത്തിന് നേർച്ചാക്കും പോലെ. സംഗതിയോട് ഫുഡ് ഉണ്ട്, വന്നവർക്കെല്ലാം ഫുഡ്, ലൈറ്റിങ്സ്, അത് ഇത് ഭയങ്കര എല്ലാം ഉണ്ട്. ചാർട്ട് ഉണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫോൺ നമ്പർ ഉണ്ട്, ഞാൻ ബന്ധപ്പെട്ട്. സംഗതി നേർ തന്നെയാണ്, എടയാട്ട് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല. ഹിദായത്തുല്ലാ ഹാജി ഖാൻ, ഹാജി ഹിദായത്തുല്ലാ ഖാൻ 25 കിലോ ഇറച്ചി. പിന്നെന്ത് ഗുൽസാരെ റസൂൽ, ഗുലാം റസൂൽ. പേര് കേൾക്കുമ്പോ 3 വട്ടം റളിയല്ലാഹു അൻഹു ചൊല്ലണം, അങ്ങനത്തെ പേര്. സംഗതി ഡേ നൈറ്റ് മാച്ചിന്, ഫുട്ബോൾ കളിക്ക്, അല്ലെങ്കിൽ അവിടെയുള്ള കളിതമാശകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സമ്പത്ത് വാരിക്കോരി കൊടുക്കാം. പാവപ്പെട്ടവർക്കില്ല, അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്നവരില്ല. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. മുഅ്മിനീങ്ങളാര, മുഅ്മിനീങ്ങളാര, യഥാർത്ഥ മുഅ്മിനീങ്ങള്, ഈമാൻ ഉറച്ച അഹ്ലികാര്, അല്ലാഹനെ കാണുന്ന ജനങ്ങള്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. അവർ അതാ സന്തോഷകാലത്തും സന്താപകാലത്തും അല്ലാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്. കഷ്ടകാലം വന്നപ്പോ മാത്രം കുത്തുബിയത്തിന് 10 രൂപ കൊടുക്കുന്നതല്ല,
മങ്ങലായിട്ട് 17 കൊല്ലായി കിടാക്കായിട്ട് തൽക്കാലം ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നെടുക്കണമെന്നില്ല, വല്ല പ്രതീക്ഷയില്ല. അപ്പോഴാണ് ചങ്ങായി 313 രൂപ ബദരീങ്ങളെ പേരിൽ നേർച്ചയാക്കുന്നത്. കഷ്ടം വന്നപ്പോ സങ്കട വന്നാക വെങ്കട്ടരമണ അത് പറ്റല്ല. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, കാലത്തും ആവാത്ത കാലത്തും നല്ല കാലത്തും പറ്റാത്ത കാലത്തും ആരോഗ്യകാലത്തും അനാരോഗ്യകാലത്തും ഉള്ള കാലത്തും ഇല്ലാത്ത കാലത്തും അള്ളാന്റെ വഴിയിൽ അല്ല കൊടുത്തത് ചെലവാക്കുന്നവനാരാണോ, അല്ല പൊരുത്തപ്പെടുന്നതിലേക്ക് കൊടുക്കുന്നവനാരാണോ, പള്ളിക്ക് മദ്രസകൾക്ക് പാവപ്പെട്ടവർക്ക് സാധുക്കൾക്ക് വിധവകൾക്ക് അനാഥകൾക്ക് അതുപോലെ തന്നെ കെട്ടപ്രായമെത്തിയ പെണ്ണുകിടാവിന്റെ കല്യാണ കാര്യത്തിന് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് കൊടുക്കുന്നവനാരാ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പച്ചക്ക് പറയുകയാണ്. ഇരിക്കട്ടെ സഹോദര, നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർ, നമ്മുടെ ബാല്യക്കാർ കണ്ടില്ലേ, നമ്മുടെ ഈ പരിസരത്ത് എത്ര മനുഷ്യന്മാരുണ്ട്, എത്ര ജനങ്ങളുണ്ട്, ഞങ്ങളെ ജമാഅത്തിന് എത്ര പൊരയുണ്ട്, എത്ര ബാപ്പമാരെ പേരുണ്ട്, ആ ബാപ്പമാർക്ക് എത്ര മക്കളുണ്ട്, അതിൽ ബാല്യക്കാർ എത്ര പേരുണ്ട്, നല്ല കല്ല് പോലത്തെ ചെക്കന്മാർ എത്ര പേരുണ്ട്. എന്നിട്ട് പള്ളിയിൽ ആളെ കാണുന്നില്ല. ഈടത്തെ വിഷയമല്ല, ഈടെ എങ്ങനെ നമുക്കറിയാലോ. ഈടെ പിന്നെ കുറച്ച് പോരന്നല്ലേ ഉള്ളേ, അവരുടെ ഏകദേശം ആൾക്കാരെല്ലാം ഇവിടെ കാണുന്നുമുണ്ട്. ഈടെ വന്നിട്ട് ഇരിക്കുന്നു, പിന്നെ ഏതായാലും പള്ളിക്കും വരുന്നുണ്ടാവും. കാരണം കുറച്ചെങ്കിലും ഈമാന് വേണ്ടി, അവർക്ക് ഈടലിരിക്കണമെങ്കിൽ ഈമാന് വേണ്ടി. അവനെ പള്ളിക്ക് വരാണ്ടിരിക്കല. പക്ഷെ ചിലയിടത്തൊക്കെ പള്ളി കെട്ടിയിട്ട് പള്ളിയിൽ ആളില്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോ പള്ളി ഉഷാറാക്കാം അല്ലെ. ഇപ്പൊ പോയടത്തല്ല പള്ളിക്ക് പള്ളി, അവിടെ പള്ളി, ഇവിടെ മാർബിളിട്ട പള്ളി, അപ്പുറത്ത് ഗ്രാനൈറ്റ് ഇട്ട പള്ളി, അവിടെ കാലിജാഗുള്ള പള്ളി, ഇവിടെ ഇന്റർലോക്ക് ഇട്ട പള്ളി, ഇവിടെ ഞമ്മളെ പള്ളി, അവിടെ മറ്റോരെ പള്ളി ചെല്ലെങ്കില് അമുസ്ലിമീങ്ങളെ പള്ളി എന്നല്ല, ഞമ്മളെ കൂട്ടത്തിൽ തന്നെ കുറവുണ്ട്. പാർട്ടി ആയിട്ട് അങ്ങ് എത്തിനല്ലേ ഞമ്മ. ആരും മുണ്ടെന്ന് അതിന്റെ ഇടയിൽ ഈടാരും മുണ്ടെന്ന് അപ്പുറല്ലേ ഈട വയലിന്റെ മജ്ലിസിൽ അങ്ങനെ എന്തോ ഇതാക്കാൻ പാടില്ല. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഏതോ ആകട്ടെ, പള്ളി ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകേണ്ടതല്ല. സത്യത്തിൽ പള്ളി എപ്പോഴും ദൂരാണോ അറിയോ? പള്ളി അരുത്തെത്താവാൻ പാടില്ല. മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ നടക്കുമ്പോൾ ചവിട്ടടി കൂടണം, സ്റ്റെപ്പ് കൂടണം. നിങ്ങൾ നടക്കുന്ന ഇത് ഫോണിന് വരുന്നല്ല മനുഷ്യന്മാർക്കും പാലക്കാർക്കും പറ്റ പോയിട്ടായി 3 ആള് പോയിട്ടായി. ഉള്ളന്നെ 35 ആള്. മൊബൈലെല്ലാം ഒന്ന് സൈലന്റ് ആക്കി, കുറച്ചൊക്കെ കേക്കി. കൊല്ലത്തിലൊരു പരിപാടിയല്ലേ അല്ലേ? എപ്പോഴും ഓൺലൈനിലായ പിന്നെ എപ്പോഴും നമ്മൾ ഓഫ്ലൈനിലാവല്ലേ? ഖബറിലേക്ക് എത്തണ്ടേ? അതിന് മുമ്പൊക്കെ കുറച്ചൊക്കെ ഓൺലൈൻ ഓഫ്ലൈനിലാണ്ട്. അല്ല ഉസ്താദ്, നിങ്ങൾ ഇത്ര കടുക്കൽ ചെല്ലെങ്കിൽ പിന്നെ എന്താക്കണം? ഞാൻ സുഖിപ്പിക്കണം നിങ്ങളെ. നിങ്ങൾ പൈസ തരണമൊന്നുമില്ല, ചിലവിൽ തന്നാൽ മതി. എന്നങ്ങ് ഒപ്പിച്ചിട്ട് ചെല്ലണമെങ്കിലും ഞമ്മക്കറിയാം. നമ്മൾ നല്ലവരൊന്നും അല്ല. അള്ളാഹു നല്ലവരുടെ ബർക്കത്ത് കൊണ്ടൊക്കെ നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മളെ നന്നാക്കട്ടെ, നമ്മളെ കൽബ് അള്ളാഹു നന്നാക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നു, പള്ളികളെപ്പോഴും അകലം പാടും. കാരണം എത്ര കണ്ട് ലോങ് നടന്നിട്ട് നീ ജമാഅത്തിന് പോകുന്നുവോ, അത്ര കണ്ട് നിന്റെ സ്റ്റെപ്പ് കൂടും, നടത്തം കൂടും, ചവിട്ടടി കൂടും. അങ്ങനെ കൂടുമ്പോ നിന്റെ ഓരോ ചവിട്ടടിക്കും അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയും കൂടും. ചവിട്ടടി കൂടുന്നതിനനുസരിച്ച് കൂലി കൂടും. മാത്രമല്ല പരിശുദ്ധമായ ദീൻ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് അകലമുള്ള പള്ളിയിലേക്ക് നടന്നു പോകണമെന്ന്. നടന്നു തന്നെയാണ് പോകേണ്ടത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പള്ളിയല്ല കാളിന്റെ അവിടെ കെട്ടിക്കൊണ്ടിരിക്കേണ്ടത്. മുറ്റത്ത് കാണുന്നവിടെ പള്ളിയല്ല പൊന്തേണ്ടത്, മറിച്ച് അവിടെ കെട്ടി തുടങ്ങേണ്ടത് മദ്രസകളാണ്, മതപഠനശാലകളാണ്.
പഠിക്കണ്ടേ, മക്കള് പഠിക്കണ്ടേ, നമ്മുടെ ഭാവി തലമുറകൾ പഠിക്കണ്ടേ, നമ്മുടെ ആരിമ കുഞ്ഞുങ്ങൾ പഠിക്കണ്ടേ. ആ കെട്ടപ്പെട്ട പള്ളിക്കകത്ത് കയറി നിസ്കരിക്കണമെങ്കിൽ, അവിടെ ചെന്നിട്ട് ഖുർആൻ ഓതണമെങ്കിൽ, അവിടെ ചെന്നിട്ട് അല്ലാഹുവിനെ ദിക്റും ഫിക്റിലുമായി കഴിയണമെങ്കിൽ പൊന്നു മുസ്ലിമേ പഠിക്കണ്ടേ. പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് പള്ളിയല്ല, മദ്രസകളാണ്. അതാണ് മതപഠനശാല, അതാണ് മതകലാലയ. അവിടെയാണ് അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കപ്പെടുന്നത്, അവിടെയാണ് അല്ലാഹുവിന്റെ നൂറാനിയത്ത് ചൊല്ലിത്തരുന്നത്. അതാണ് കൂടിക്കൊണ്ട് പോണ്ടത്. മദ്രസ എത്ര കെട്ടിയൊന്നല്ല, എന്നെ പള്ളി കെട്ടുന്നതെല്ലാം കുറച്ച് ഓർക്കണം. മാത്രമല്ല പള്ളി ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. നിങ്ങൾ നോക്കിയാലോ, കൊല്ലം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് പോകും. കഴിഞ്ഞ കൊല്ലം ടൈൽസ് ഇട്ടത്, ഈ കൊല്ലം മാർബിള്. ഈ കൊല്ലം റമളാനിൽ മീറ്റിംഗ് കൂട്ടിട്ട് പിന്നെയും തീരുമാനിച്ചിന് ഈ മാർബിൾ വിളിച്ചിട്ട് ഇനി ഇറാനിയൻ മാർബിൾ 2022 മാത്രല്ല ഇപ്പത്തെ പള്ളിക്ക് കയറുമ്പോ പണ്ടത്തെ പോലത്തെ ആ ഭക്തിയും ആ ഒരു ബഹുമാനവും ഇല്ലല്ലോ. എന്താ പണ്ട് കാലത്തെല്ലാം പള്ളിയിലുള്ള പണ്ടത്തെ പള്ളി നമുക്ക് വലിയ വയസ്സൊന്നും ആയിട്ട്, എന്നാലും പഴയ പള്ളി ഞങ്ങൾ കുറച്ചെല്ലാം കണ്ടിരുന്നു. കുറച്ച് ബാക്കിയുണ്ട്, കാണുന്ന പോയിട്ട് ബാങ്ക് ഉണ്ടോ മറ്റൊന്ന് പൊളിക്കും ചിലപ്പോ. കാരണം എല്ലാം വലുതാക്കണം, എല്ലാം പുതിയതാക്കണം, വലുതാക്കണം. എല്ലാരും ആസിപ്പ് അങ്ങനെയാ. എന്നാ പഴയ പള്ളിന്റെ കോലങ്ങനെ തലതാത്തിയിട്ടല്ലാതെ മുതുകു വളച്ചിട്ടല്ലാതെ പള്ളിന്റെ അകത്തേക്ക് കയറാൻ കഴിയില്ല. ഇങ്ങനെ കയറാൻ പറ്റുന്ന വാതില പള്ളിക്കില്ല. തല തഗ്ഗിസിബ തലബാഗിബ എന്ന മട്ടിലേ പോകാൻ പറ്റൂ അല്ലാഹുവിന്റെ മുന്നിലേക്ക്, റബ്ബിന്റെ മെഹ്റാബിലേക്ക്, ആ മിമ്പറിന്റെ ചാരത്തേക്ക്, ആ മസ്ജിദിലേക്ക് തലതാത്തിയിട്ടേ അകത്ത് കിടക്കാൻ പറ്റൂ. പഴയ കാലത്തെ പള്ളി അങ്ങനത്തെ അല്ലേ? നിങ്ങൾക്കറിയാലേ വീട്ടിലത്തെ പള്ളി നോക്കിയാ പഴയ പള്ളി, ഇപ്പത്തെ പള്ളിയല്ല. ഈ വീട്ടിലെ അതേ പള്ളിയല്ലേ? അല്ല നമ്മളെ കുക്കാച്ച പള്ളി ഇതെല്ലാം പഴയ കാലത്തെ പള്ളികളാണ്. ഇന്നും തലട്ടെ പള്ളി ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ ഈ നാട്ടിലെ പള്ളി അങ്ങനെ പഴയ കുറെ കൊല്ലത്തെ പഴക്കൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഷമീർ ഭായി ഏറെങ്കിൽ ഒരു 10 കൊല്ലത്തിന്റെ പറയല്ലേ അല്ലേ? ഏതുവാകട്ടെ, അള്ളാഹു ഖിയാമനാൾ വരെ നിലനിർത്തട്ടെ. അത് ഖറാബാകുന്ന ഒരവസ്ഥ അള്ളാഹു വരുത്താതിരിക്കട്ടെ. ആ പഴയ കാലത്തെ പള്ളിന്റെ ഒരു അവസ്ഥ നോക്കി നിങ്ങൾ. ആടാ പരിസരത്ത്, ആ ചുറ്റുഭാഗത്ത് ഇങ്ങോട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഈമാനും ഒരു ഭക്തിയും ഒരു പേടിയും. അത് മാത്രല്ല, ആ പള്ളിക്ക് കയറി എങ്ങനെ എല്ലാ സൈഡിലും പോകുന്നില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ പോയിട്ട് വേഗം കൈ കെട്ടിയിട്ട് നല്ല ഭക്തിയിൽ നിസ്കരിച്ചിട്ട് വേഗം പുറത്തേക്ക് വരും. അത്ര കണ്ട് പേടിയാണ്. ഇപ്പൊ നല്ല 1.5 മൊബൈൽ മേയ്ക്കൊണ്ടേ പോകുന്നത് ചങ്ങായിട്ട്. ഇതാ നീ ഒരു 5 മിനിറ്റ് ഈ മൊബൈൽ വെച്ചോ, നീ ആ മൊബൈൽ എന്തിന് പള്ളിന്റെ ഉള്ളിൽ സെൽഫി എടുക്കണം. നല്ല ലൊക്കേഷൻ അല്ലേ? എന്ത് ചന്ത, എന്ത് സ്റ്റൈല് പോയി, എന്ത് സ്റ്റൈല്. കഴിഞ്ഞ കൊല്ലത്തെ കമ്മിറ്റിക്കാരാക്കിയത് ഡബിൾ ഈ കുരു ഓർ അട്രാക്ഷൻ AC എല്ലാം ഫിറ്റാക്കി ഒരു സെൽഫി അതിൻ്റെ ഉള്ളിൽ നടക്കണോ? കണ്ടിട്ട് നിങ്ങൾ നമ്മുടെ ഇന്നത്തെ പള്ളിയുടെ കോല. എന്നിട്ട് നിസ്കാരത്തിന്റെ ഒരു ഭക്തി വരുന്ന നിസ്കാരാണ്. ഞാൻ പള്ളിയെ കുറ്റം പറയുന്നതല്ല, കെട്ടുന്നവർ ആക്ഷേപിക്കുന്നതല്ല. പക്ഷെ എന്തിനാ അതിന്റെ ആവശ്യം എന്താ? ഈ രീതിയിൽ മോടി പിടിപ്പിക്കേണ്ട ആവശ്യം എന്താ? അതിന്റെ ആവശ്യം? പള്ളി എന്തിനാ? അതിന്റെ ടൂറിസ്റ്റ് കേന്ദ്രം. അത് ടൂറിസ്റ്റ് കേന്ദ്രമല്ല, അത് കദ്രി പാർക്കല്ല, അത് മാനസല്ല, അത് അള്ളാന്റെ ഭവനമാണ്. മാലാകമാർ ഇറങ്ങുന്ന സംഗമ സ്ഥല, മുഅ്മിനീങ്ങളെ കണ്ണുനീരൊലിപ്പിക്കുന്ന സ്ഥല, എല്ലാ നേരവും അല്ലാഹുവിനെ മുഅ്മിനീങ്ങൾ സുജൂദിൽ കിടക്കുന്ന സ്ഥല. അത് എപ്പോഴും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഭവനമാണ്. അത് എപ്പോഴും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട, നിങ്ങൾ എന്നെ നോക്കി ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഭവനമാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ലോകത്ത് അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഭവനം അത് അല്ലാഹുവിന്റെ പള്ളികളാണ്. അതല്ലാന്റെ പള്ളികളാ. അവിടെ എപ്പോ നോക്കിയാലും മലായികത്തീങ്ങളുണ്ട്, അവിടെ എപ്പോ നോക്കിയാലും അല്ലാന്റെ ദിക്റിൽ കഴിയുന്ന അക്കിരീങ്ങളുണ്ട്, സുജൂദ് ചെയ്യുന്ന സാജിദീങ്ങളുണ്ട്, നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. അത് സാധാരണ വീടല്ല. അതുകൊണ്ടാണല്ലോ മുത്തുനബി തങ്ങൾ പറഞ്ഞ നാളെ പരലോകത്തെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗമുണ്ട്. സബാത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു.
നാളെ പരലോകത്ത് ഒരു തണലുമില്ലാത്ത ഭയാനഭയങ്കരമായ ഭീകരമായ പരലോകത്ത്, ഒരു ചാണ മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ ഉദിക്കുന്ന പരലോകത്ത്, ചുട്ടുപൊള്ളുന്ന ഭൂമി, ചെമ്പിന്റെ ഭൂമിയാകുന്ന മണലിൽ ചെമ്പിന്റെ ചെമ്പിന്റെ ഭൂമിയില് കയറി നിന്നിട്ട് വേർത്തൊലിക്കുന്ന പരലോകത്ത്, സുബ്ഹാനല്ലാഹ്, അവിടെ ഒരിത്തിരി റെസ്റ്റ് എടുക്കാൻ, റാഹത്ത് കൊള്ളാൻ, തണല് കൊള്ളാൻ ബസ് സ്റ്റാൻഡുകളില്ല.